അതല്ലെങ്കിൽ ഉചിതമായ രീതിയിൽ ഉണങ്ങിയ ചാണകപ്പൊടിയോ നമ്മൾ ഈ മണ്ണിൽ കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ 100% വെയ്റ്റ്ലെസ് ആവും. ഒന്ന്, വളം ഏറ്റവും നല്ല രീതിയിൽ വളം കിട്ടും. മൂന്നാമത് തൈ ചകിരിച്ചോറുള്ളതിൻ്റെ പേരിൽ വേര് നല്ല രീതിയിൽ ഓടിപ്പിടിക്കും. അപ്പം ആ കാറ്റഗറിയിൽ നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടാവും. ഇനി ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ചപ്പും ചമ്മലെ ഇങ്ങനെ ഇട്ട് കൊടുക്കണം. അങ്ങനെ ഇട്ട് കൊടുക്കുന്നതോടുകൂടി ഇതിൻ്റെ അകത്ത് നമ്മൾ വെള്ളം നനച്ച് കഴിഞ്ഞാൽ തണുപ്പും പൊതയും കിട്ടും. അപ്പോൾ ആ ഒരു തൈ നല്ല രീതിയിൽ ഗ്രോത്തിൽ വളരും. ഇത് ചെയ്യേണ്ടത് എങ്ങനെയാണ്? പരിപൂർണമായിട്ട് കൃത്യമായി നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്താണ് ഇത് ചെയ്യേണ്ടത്. ആ രീതിക്ക് കൃത്യമായിട്ടും രാവിലെയും വൈകുന്നേരവും വെള്ളം നനച്ച് കൊണ്ടു നടന്നാൽ മാത്രമാണ് ഇത് ഈ രീതിയിൽ കായ്ക്കുക. അപ്പോൾ കൃത്യമായ പരിചരണവും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതേ രീതിയിൽ ചെയ്തിട്ട് കായ്ച്ചിട്ടില്ലെങ്കിൽ ഇങ്ങോട്ട് പോകുന്നോളി, ബാക്കി ഞാൻ ഏറ്റു.